ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർത്ഥയാത്രാ സ്നാനത്തിനിടെ യുധിഷ്ഠിര മഹാരാജാവ് ലോമശ മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഭവാനെ, പരശുരാമൻ്റെ തേജസ് എങ്ങനെയാണ് ഹൃതമായത്? പിന്നെ സാക്ഷാൽ പരശുരാമൻ അത് എങ്ങനെ വീണ്ടെടുത്തു? ആ കഥ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രഭോ, എല്ലാം പറഞ്ഞു തന്നാലും. ലോമശ മഹർഷി പറഞ്ഞു തുടങ്ങുകയാണ്. മഹാത്മാവായ ദശരഥ മഹാരാജാവിന് പുത്രനായി ശ്രീരാമചന്ദ്രൻ ജനിച്ചു. സാക്ഷാൽ മഹാവിഷ്ണു മനുഷ്യരൂപമെടുത്ത് രാവണനെ വധിക്കുവാനാണ് ദശരഥപുത്രനായി ഭൂമിയിൽ രാമൻ അവതരിച്ചത്. ലോമശ മഹർഷി പറയുകയാണ്, ഞാൻ അയോധ്യയിൽ ചെന്ന് ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനെ കണ്ടിട്ടുണ്ട്. ഋജീകനന്ദനനും ഭാർഗവവംശത്തിൽപ്പെട്ടവനും രേണുകാസുതനുമായ പരശുരാമൻ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനെ പറ്റിയുള്ള പ്രസിദ്ധി കേട്ടു. ജിജ്ഞാസയോടെ അയോധ്യയിലേക്ക് തൻ്റെ വില്ലുമായി ചെന്നു പരശുരാമൻ. ക്ഷത്രിയരെ മുടിച്ച ആ വില്ലുമായി ചെന്ന് ശ്രീരാമചന്ദ്രൻ്റെ വീര്യത്തെ പരീക്ഷിക്കുവാനായിരുന്നു പരശുരാമൻ ചെന്നെത്തിയത്. തൻ്റെ അതിർത്തിയിൽ പരശുരാമൻ വന്നതായി അറിഞ്ഞ ദശരഥ മഹാരാജാവ് പരശുരാമനെ സ്വീകരിക്കാനായി രാമൻ്റെ അടുക്കിലേക്ക് ദശരഥപുത്രനായ തൻ്റെ ശ്രീരാമചന്ദ്രനെ അയച്ചു. ആയുധങ്ങളും കയ്യിലേന്തി ശ്രീരാമചന്ദ്രൻ വരുന്നത് കണ്ട് പരശുരാമൻ ഇങ്ങനെ ചിരിച്ച് പരിഹാസത്തോടെ പറഞ്ഞു, ഹേ രാജേന്ദ്ര, ഞാൻ ഈ വില്ലുകൊണ്ട് അനേകം ക്ഷത്രിയന്മാരെ വധിച്ചിട്ടുണ്ട്. അങ്ങേക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ ഈ വില്ലൊന്ന് കുലയേറ്റുവാൻ സർവശക്തിയും ഉപയോഗിച്ച് അങ്ങൊന്ന് ശ്രമിച്ചു നോക്കൂ. ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഹേ മഹാത്മാവേ, അധിക്ഷേപിച്ച് പറയരുത്. ഞാൻ ദ്വിജനല്ല, ക്ഷത്രിയധർമ്മം പാലിക്കാത്തവനുമല്ല, ജാതിയിൽ താഴ്ന്നവനല്ല. ബാഹുവീര്യത്താൽ ഞാൻ പൊങ്ങച്ചം പറയുന്ന സ്വഭാവം ഇക്ഷ്വാകു വംശജർക്ക് പതിവില്ല. ഇതെല്ലാം കേട്ടു നിന്ന പരശുരാമൻ പറഞ്ഞു, വെറും വാക്ക് പറഞ്ഞിട്ട് എന്താണ് കാര്യം? കഴിയുമെങ്കിൽ എടോ രാഘവ, എൻ്റെ ഈ വില്ലൊന്ന് കുലയേറ്റുക. അനേകം ക്ഷത്രിയർഷഭന്മാരെ മുടിച്ച ആ ദിവ്യമായ വില്ല് ഭാർഗവരാമനിൽ നിന്ന് ഉടനെ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ വാങ്ങിച്ചു. ഉടനെ തന്നെ ആ വില്ല് കുലയേറ്റുകയും ചെയ്തു. ആ വീര്യവാൻ യാതൊരു വിഷമവും കൂടാതെ പുഞ്ചിരി തൂകി ലീലയാൽ എന്ന പോലെ കുലയേറ്റി. ആ ശബ്ദം ഇടിവെട്ടുന്ന പോലെ കേട്ട് ജീവികളൊക്കെ പേടിച്ചു. എന്നിട്ട് പരശുരാമനോട് ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, ഹേ ബ്രാഹ്മണ, ഇതാ ഞാൻ വില്ല് കുലയേറ്റിയിരിക്കുന്നു, ഇനി എന്ത് ചെയ്യണം? ആ മഹാത്മാവിന് പരശുരാമൻ ദിവ്യമായൊരു ബാണം നൽകി പറഞ്ഞു, ഈ ദിവ്യമായ ബാണം ചെവി വരെ വലിച്ച് കുലയേറ്റുക എന്ന്. പരശുരാമൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നീ പറഞ്ഞത് കേട്ട് ഞാൻ ക്ഷമിച്ചു. നീ പറഞ്ഞത് ഞാൻ കേട്ടു. നീ വലിയ അഹങ്കാരത്തോടു തന്നെയാണ് ഭാർഗവ എന്നോട് സംസാരിക്കുന്നത്. നീ ക്ഷത്രിയർക്കുള്ളതിനേക്കാൾ ഉപരി തേജസ് നേടിയത് നമ്മുടെ പിതാമഹന്മാരുടെ പ്രസാദം മൂലം മാത്രമാണ്. എന്നിട്ട് നീ എന്നെ അധിക്ഷേപിക്കുകയാണോ? കൊള്ളാം. ഇനി നീ എൻ്റെ സ്വരൂപം ഒന്ന് കാണുക. നിനക്കിതാ അതിനായി ഞാൻ ദിവ്യചക്ഷുസ് നൽകുന്നു. ഉടനെ ശ്രീരാമചന്ദ്രൻ്റെ ദേഹത്തിൽ പരശുരാമൻ കാണുകയാണ് ആദിത്യ വസുരുദ്രന്മാരെയും പിതൃക്കളെയും ഹുതാശനന്മാരെയും നക്ഷത്രഗ്രഹവർഗങ്ങളെയും ഗന്ധർവരക്ഷേശ്വര ഗണങ്ങളെയും എല്ലാ നദീതീർത്ഥങ്ങളെയും സനാതരും ബ്രഹ്മകൽപ്പരുമായ ബാലകല്യ മഹർഷിമാരെയും ദേവർഷിമാരെയും സമുദ്രങ്ങളെയും പർവ്വതങ്ങളെയും വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും ചൈതന്യം, പൂജ, സാമങ്ങൾ, ധനുർവേദം, മേഘവൃന്ദങ്ങൾ, മഴ, ഇടി, മിന്നൽ ഇവയെയുമൊക്കെ ഭൃഗുരാമൻ കണ്ടു ആ ശ്രീരാമചന്ദ്രനിൽ. സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ആ ബാണമെയ്തു. ഉടനെ ഇടിനാദത്താലും കൊള്ളിമീനാലും ഭൂമി നിറഞ്ഞു കുലുങ്ങി. ഉടനെ ഭൂമിയിൽ പൊടിവർഷവും ഭാരിവർഷവുമുണ്ടായി. ഭൂകമ്പമുണ്ടായി, ഇടിനാദമുണ്ടായി. പ്രപഞ്ചം ഭയങ്കരമായി നടുങ്ങിപ്പോയി. ശ്രീരാമചന്ദ്രൻ വലിച്ച് എയ്ത ബാണം ജ്വലിച്ചുകൊണ്ട് പാഞ്ഞു. അതിൻ്റെ തേജസ്സാൽ പരശുരാമനെ വിഹ്വാലനാക്കി. ആ അമ്പ് തൻ്റെ കയ്യിൽ തന്നെ മടങ്ങി വന്നു.
വിഹ്വലനായ പരശുരാമൻ ബുദ്ധി വീണ്ടു കിട്ടിയപ്പോൾ ശ്രീരാമചന്ദ്രനിൽ തന്നെ ശരണം പ്രാപിച്ചു. പിന്നെ വിഷ്ണുവിൻ്റെ ആജ്ഞ അനുസരിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ ചെന്ന് പേടിച്ച് ലജ്ജിച്ച് ഭാർഗവരാമൻ അവിടെ തപസ്സു ചെയ്തുവാണു. തേജസ്സറ്റ് മദം പോയി ദുഃഖിച്ച് ലജ്ജിച്ച് ആ മഹേന്ദ്ര പർവ്വതത്തിൽ ആ പരശുരാമൻ അങ്ങനെ ജീവിക്കവേ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പിതൃക്കൾ വന്ന് പരശുരാമൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണി, നീ സാക്ഷാൽ മഹാവിഷ്ണുവായ ആ ശ്രീരാമചന്ദ്രനോട് എതിർത്തത് ഒട്ടും നന്നായില്ല. ആ ശ്രീരാമചന്ദ്രൻ ഈ 3 ലോകത്തിനും പൂജ്യനും മാന്യനുമാണല്ലോ. എന്തായാലും നീ ഇനി വധൂസര എന്ന പുണ്യനദിയിലേക്ക് പോകുക വത്സ. ആ തീർത്ഥത്തിൽ പോയി കുളിച്ചാൽ നിന്റെ തേജസ്സൊക്കെ വീണ്ടും ലഭിക്കും. ദീപ്തോദം എന്നാണ് ആ തീർത്ഥത്തിൻ്റെ പേര്. അതിൽ നിന്റെ പ്രപിതാമഹനായ ഭൃഗു ദേവയുഗത്തിൽ ഉത്തമമായ തപസ്സു ചെയ്തിട്ടുണ്ട്. ലോമശ മഹർഷി പറഞ്ഞു. അവരുടെ ഉപദേശമനുസരിച്ച് അപ്രകാരം പരശുരാമൻ ചെയ്തു. ആ തീർത്ഥത്തിൽ മുങ്ങി വീണ്ടും നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കുകയും ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ചത് യുധിഷ്ഠിര മഹാരാജാവേ. ഹരേ കൃഷ്ണ.